എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ദ ഗോട്ട് ലൈഫ് എന്ന പടം തിയേറ്ററിൽ കാണാൻ പോയത്. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചൊരു പടം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് കോഴിക്കോട് നിന്ന് കാണാൻ പറ്റിയില്ല. വൈഫ് ഹൗസ് പാലക്കാടാണ്. അവിടെ പോയപ്പോൾ അളിയൻ്റെ കൂടെ വളരെ യാദൃശ്ചികം, തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ പടം പോയി കാണാൻ അവിടുത്തെ ധനലക്ഷ്മി തിയേറ്ററിൽ നിന്നാണ് ഈ പടം കാണുന്നത്. പടം കണ്ടിട്ട് ഒരു രക്ഷയുമില്ല. അടിപൊളി പടമാണ്. ബ്ലസ്സി സാറുടെ ഒരു മാസ്റ്റർ പീസ് പടം തന്നെയാണ്. ഇതിൽ യാതൊരു സംശയമില്ല. ഓഫ്കോഴ്സ് ഇതുപോലത്തെ സർവൈവൽ മൂവീസ് മുമ്പ് ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്, ഇൻ ദ സെൻസ് ഫോറിൻ മൂവീസ്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മലയാളം ഫിലിം ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ മൂവീസ് ഇൻ റീസെൻറ്റ് ടൈംസ്. ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പല വിവാദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ബുക്കിന് അത്ര ആയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ബുക്കിൽ എഴുതിയ കുറേ കാര്യങ്ങൾ സിനിമയിലില്ല. ലൈക്ക് ലെറ്റ്സ് നോട്ട് ഗോ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് തോന്നുന്നു ബുക്ക് വായിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഫിലിം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. ഇൻ ദ സെൻസ് ദാറ്റ് മനുഷ്യൻ്റെ സകല വികാരങ്ങളെയും തൊട്ട് തലോടി, പല തരത്തിലുള്ള വികാരങ്ങളും തൊട്ട് തലോടി കൊണ്ട് ഈ പടം അതിമനോഹരമായിട്ട് പോകുന്നുണ്ട്. കുറച്ചൊരു ഡ്രാഗ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും അത് വേണം ഈ സിനിമയെ സംബന്ധിച്ചത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബിൽഡപ്പ്, അതായത് അവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് അവർ അനുഭവിക്കുന്ന യാതന, അത് ഓരോന്നും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് അത് ഒപ്പിയെടുത്തിട്ടാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. തുടക്കം തന്നെ നിങ്ങളെല്ലാവരും പടം കണ്ടു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവും, ദയവേദി എന്നോട് ക്ഷമിക്കുക. തുടക്കം തന്നെ കാണിക്കുന്ന ഫസ്റ്റ് സീൻ തന്നെ ഒരു വെള്ളത്തിൻ്റെ പാത്രം വെള്ളത്തിൽ ആകാശം പ്രതിബിംബിക്കുന്നതാണ്. വളരെ മനോഹരമായ ഒരു ഷോട്ടാണത്. അതിൽ പിന്നെ കാണിക്കുന്നത് പൃഥ്വിരാജ് വന്നിട്ട് ആടുകളുടെ കൂടെ വെള്ളം ആടുകൾ കുടിക്കുന്ന രീതിയിൽ തന്നെ കുടിക്കുക. അത് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഷോക്കാണ് ആ സീൻ. അതിൽ ശരിക്കും ഒരു ആട് തന്നെ, പൃഥ്വിരാജിന് ആ ഒരു ഷോട്ട് കണ്ട ഒരു ആടിനെ പോലെ തന്നെ ഉണ്ട്. ആകെ കണ്ണുകൾ മാത്രം, അതായത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആ ഒരു കണ്ണിലുള്ള ഒരു ഇത് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ഷോക്കാണ്. പിന്നെ ബ്ലസ്സിയുടെ മറ്റൊരു മനോഹരമായ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ടെക്നിക്കാണ് ഈ ഇപ്പോൾ മരുഭൂമിയിലുള്ളതും പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങളും ഭാര്യയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഉമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും അവിടുത്തെ ഫ്രണ്ട്ഷിപ്സും പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി. ആ സമയത്ത് കാണിക്കുന്ന നജീബ് പറഞ്ഞാൽ, അത് പൃഥ്വിരാജ് പ്ലേ ചെയ്ത ക്യാരക്ടർ നജീബ് എന്ന ക്യാരക്ടർ നല്ല തടിയും ഉള്ള ഒരു എന്താ പറയുക, മുഖമൊക്കെ വീർത്ത് 100 കിലോ തടിയൊക്കെ ഉള്ളൊരു വ്യക്തി. പക്ഷെ അതങ്ങനെ എടുത്തത് ബ്ലസ്സിയുടെ ഒരു ബ്രില്യൻസ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതും പിന്നെ കുറേ കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനെ ഷർട്ടില്ലാണ്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്, എൻ്റെ പൊന്നോ സഹിച്ചൂടാ. ആ രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് അത് എടുത്ത് കാണിക്കാൻ വേണ്ടി ബ്ലസ്സി അത് കണ്ടറിഞ്ഞ് തന്നെ ചെയ്ത. പിന്നെ വൈഫായിട്ട് അഭിനയിക്കുന്ന അമലപ്പോളം കുറച്ച് സീനിലുള്ളൂ, പക്ഷേ ഉള്ള സീൻ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രം പ്ലേ ചെയ്യുന്ന ഗോകുലാണ് അവൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ അഭിനയം. അപ്പോൾ പടത്തിൽ ഒന്ന് ഫാമിലി ടൈസ്, ഭാര്യ ഭർത്താവ് അമ്മ, പിന്നെ ഉള്ള കഷ്ടപ്പാടിൽ പിന്നെ എങ്ങനെയെങ്കിലും സന്തോഷമായി ജീവിക്കുക, പിന്നെ ഉള്ള ഒരു പ്രതീക്ഷ, പുറമെ പോയിട്ട് കുറച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടാലും അത്യാവശ്യം നല്ല വീടൊക്കെ കെട്ടി ഭാവി സുരക്ഷിതമാക്കുക, ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന ഒരു വികാരമാണ് അത്. പിന്നെ കടം വാങ്ങി പൈസയൊക്കെ എടുത്ത് വിസയൊക്കെ എടുത്ത് പോകുന്നതാണ്. അതൊരു ഭാഗം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം കാണിക്കുന്നത് ട്രെയിനിൽ കയറുവാണ്, യാത്ര പോകാൻ വേണ്ടി ട്രെയിനിൽ കയറുമ്പോൾ ഈ ഹക്കീമിൻ്റെ ഉമ്മ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണ് നജീബിനോട് പറയുന്നുണ്ട്, നീ ഉള്ള ഒരു ധൈര്യത്തിലാണ് എൻ്റെ മോനെ വിചാരിക്കുന്നത്, നോക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ മദറിൻ്റെ സെൻറ്റിമെൻറ്റ്സോടെ കാണിക്കുന്നുണ്ട്, വൈഫിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, അമ്മേനെ വിട്ടുപോകുന്ന മകൻ്റെ വേദന കാണിക്കുന്നുണ്ട്, ഭാര്യനെ പിരിഞ്ഞു പോകുന്ന ഭർത്താവിൻ്റെ വേദന അവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വിദേശത്തേക്ക് പോവാണ്, ഭാഷ അറിയില്ല,
ഓക്കെ, മലയാളം മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അവിടെ എത്തിപ്പെടുന്നു. ഇവരെ സ്പോൺസർ മീൻസ് ഓരോ ആൾക്കാർ ഇവരെ സ്പോൺസർ ചെയ്യുന്ന അറബി വന്നിട്ട് ഇവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് കണക്ക്. അപ്പോൾ ഇവരെ സ്പോൺസറിനെ കാണുന്നില്ല. കുറേ സമയം കഴിയുന്നു. അവസാനം ഏതോ ഒരു അറബി വരുന്ന എന്തൊക്കെയോ പറയുന്നു. അത് ബ്രില്യൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. പൃഥ്വിരാജ് അനുഭവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് ഞങ്ങൾ ആസ് എ വ്യൂവർ ഞങ്ങൾ ശരിക്കും അനുഭവിക്കും. കാരണം അന്യനാട്ടിൽ പോയിട്ട് മീൻസ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഭാഷ അറിയാതെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോട് ശരിക്കും വ്യക്തമാണ്. അയാൾ അറിവിൽ ഹൽ ഫിൽ 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 ഫല ഹൂ എന്നൊക്കെ പറയുന്നുണ്ട്. പൃഥ്വിരാജ് ഇങ്ങനെ മലയാളത്തിൽ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഇവരെ പിടിച്ച വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം യാത്ര ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു മനസ്സിൽ സ്വപ്നം കാണുന്നത് ഓക്കെ AC ബെഡ്, നല്ല മുറി, നല്ല ജോലി ഒക്കെ മനസ്സിൽ. വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വെപ്രാളം 2 ക്യാരക്ടേഴ്സിൻ്റെ മുഖത്തും അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഹക്കീമിനെ പിടിച്ച് വേറെ സ്ഥലത്താക്കുന്നു, നജീബിനെ വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ആ സമയത്ത് ആകെയുള്ളൊരു കോണ്ടാക്റ്റ്, ആകെയുള്ള ഭാഷ അറിയുന്നൊരു വ്യക്തി മാറിപ്പോകുന്നൊരു വിഷമം ആ 2 ക്യാരക്ടേഴ്സും ശരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഈ നജീബ് എന്നൊക്കെ ആയിട്ട് പൃഥ്വിരാജിനെ കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമിയുടെ ഇടയിൽ കൊണ്ടിടുന്നു. അവിടെ ഒരു ക്രൂരനായ ഒരു അറബീനെ കാണിക്കുന്നുണ്ട്. അത് അറബികളെ എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല. അതാണ് മീൻസ് പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ അറബി കിടക്കാൻ സ്ഥലമില്ല, പിന്നെ ഭാഷ അറിയില്ല, ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ആൾ ഈ പണി ചെയ്യുന്നുണ്ട്, ഒരു ഹിന്ദിക്കാരൻ. അങ്ങനെ ആ ഹിന്ദിക്കാരൻ ഇവനോട് കുറച്ചൊരു സഹതാപം തോന്നി പണിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ അവിടുത്തെ 2 ദിവസം ഫുൾ ഡെസ്പടിച്ച് കരച്ചിലും പിടിച്ചിലൊക്കെയാണ്. അപ്പോൾ ഹിന്ദിക്കാരൻ പറയുന്നുണ്ട് കാര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല, ഇവിടെ പെട്ട വരെയാണ്. ഓക്കെ, അങ്ങനെ ഇവനോടത്ത് പണി പഠിക്കുകയാണ്. അറബി ഇവനോട് ആടിൻ്റെ പാല് കറക്കാൻ പറയുന്നുണ്ട്. ആ ഒരു സീന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പരിചയമില്ലാത്തതുകൊണ്ട് ചെയ്യുമ്പോൾ ആടിനിടുന്ന ഒരു ചവിട്ട് കിട്ടുന്നുണ്ട്. ചവിട്ട് കിട്ടി ഇവൻ തെറിച്ച് വീണ് അവിടെ അറബി ഇവനെ പിടിച്ച് നല്ലോണം വേദനയാക്കുന്നുണ്ട്. അങ്ങനെ ഇവനെങ്ങനെയൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ആട്ടിൻകൂട്ടങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. ഇവൻ എന്ത് പണ്ടച്ച് എങ്ങനെ ചെയ്യേണ്ടത് ഇവനൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഒരു ആട്ടിൻകുട്ടി ഇവന് വേണ്ടി വിളിച്ചിട്ട് എല്ലാ ആടിനെയും ഒരുമിച്ച് കൂട്ടി തിരിച്ചു കൊണ്ടുവന്ന് രംഗമുണ്ട്. അത് തന്നെ വല്ലാണ്ട് ടച്ച് ചെയ്യിച്ചു. പിന്നെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ്. അതായത് ചില ഘട്ടങ്ങളിൽ ആരും നമ്മുടെ കൂടെ ഇല്ല, എല്ലാവരും ഞങ്ങളെ കൈവിടിഞ്ഞു എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ ഞങ്ങൾ സ്വന്തം ശപിക്കാറുണ്ട്. ഏത് നേരത്താണോ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ദൈവത്തെയും നമ്മൾ പഴിചാറാറുണ്ട്. ആ ഒരു സീൻ ഇതിൽ മനോഹരമായിട്ട് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. പിന്നെ അവൻ പറയുന്നത് ഞാൻ എന്തിനെ പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആ അവസ്ഥയിൽ എത്തിക്കുകയുള്ളല്ലോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനോടൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അറബി കൊടുക്കുന്നൊരു ഭക്ഷണമുണ്ട്. മീൻസ് കുബൂസ് പോലത്തെ ഒരു സാധനമാണ്. അതും വെള്ളം, ഇതാണ് ഭക്ഷണം. അത് കഴിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ഉറ്റി വരുന്നൊരു സീനുണ്ട്. വളരെ സെൻറ്റിമെൻ്റായിട്ടുള്ള സീനാണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണത്തോടും വെള്ളത്തോടും ബഹുമാനം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. ഒരു തുള്ളി വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളുടെ ആ ഒരു വിഷമവും സങ്കടവും ആ ഒരു മാനസികവുമായ ശാരീരികവുമായ അവസ്ഥ അതിൽ ശരിക്കും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഇടയിലാണ് ഞാൻ വളരെ ചുരുക്കി പറയുന്നത്. ഹക്കീമിനെ യാദൃശികമായി കാണുന്നു. ഹക്കീമിനെ കാണുമ്പോൾ ഇവർ രണ്ടാളും നമ്മൾ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു രംഗമുണ്ട്. അതും വളരെ ടച്ചിങ് ആണ്. അങ്ങനെ ഹക്കീം പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, രക്ഷപ്പെട്ടില്ല ഞാനിവിടെ ചാവും. അങ്ങനെ ഹക്കീം പറയുന്നുണ്ട്. ഹക്കീമിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന് ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുണ്ട്, പിന്നെ ഇവിടുന്ന് ചാടിപ്പോണം. അപ്പം പൃഥ്വിരാജ് അതിനിടയ്ക്ക് പൃഥ്വി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അറബി ഒന്ന് പിടിച്ചവനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. എനിക്കെല്ലാം കൂടി ഒരുമിച്ച് ഇതിൽ കുളിക്കാൻ പറ്റാത്തതുണ്ട് കേട്ടോ. അങ്ങനെ ഈ അറബീൻ്റെ ഒരു ബന്ധുവിടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയാണ്. അപ്പോൾ വിവാഹത്തിന് അറബി സ്ഥലത്തുണ്ടാവില്ല. അപ്പം ഇവനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ആ തക്ക നോക്കി ഇവരവിടുന്ന് ഇവനും ഹക്കീമിൻ്റെ സഹായ ആ ക്യാരക്ടറുടെ പേര് എന്താ, ഇബ്രാഹിം സംതിങ് ക്യാരക്ടറുടെ പേര്. അത് പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഫോറിൻ ആക്ടർ കേട്ടോ. എന്ത് മനോഹരമായിട്ട് അദ്ദേഹം റോള് പ്ലേ ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു പുതിയൊരു സംഭവം, മനുഷ്യൻ്റെ ഇമോഷൻസ്, അതായത്
ഒരു വ്യക്തി ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തതുണ്ട്. പല പല പ്രതിസന്ധികളിലും ഒരു വ്യക്തി അപ്രതീക്ഷിതമായി ഞങ്ങളെ സഹായിക്കും. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം ഫിസിക്കലി ആവാം, സാമ്പത്തികമായിട്ടാവാം, 2 വാക്ക് പറഞ്ഞിട്ടാവാം, ഒരു പുഞ്ചിരിയാവാം, എന്തോ ആയിക്കോട്ടെ, അത്തരത്തിലൊരു സഹായം. അങ്ങനെ അയാളുടെ സഹായത്തോടുകൂടി ഇവർ മരുഭൂമിയിൽ ഓടുകയാണ്. പക്ഷെ അതിലാകെ എനിക്ക് ഒരൊറ്റ പ്രശ്നമുള്ള എത്ര ദിവസം ഓടി ആ ഒരു ടൈം ഫ്രെയിം മാത്രം കാണിക്കുന്ന ഇൻ്റർലേഷൻ ഫുൾ ഈ ഒരൊറ്റ സംഭവം മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഓടി 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 എവിടെ എത്തുന്നില്ല. ഓക്കെ, എന്നിട്ട് ദാഹിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാനുള്ള അങ്ങനെ ഈ സഹായം വന്ന വ്യക്തി നെറ്റിന്ന് തൻ്റെ വേർപ്പെടുത്തിട്ട് ഒരു തുള്ളി അവൻ്റെ ചുണ്ടത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വല്ലാത്തൊരു സീനാണ്. അത് കഴിഞ്ഞ് ഈ ഹക്കീം അവനെ കഴുത്ത് കുത്തിപ്പിടിച്ചിരുന്നു. അതിൻ്റെ മോനെ എന്നെ രക്ഷിക്കാതെ നീ കൊണ്ടുവന്നല്ലടാ, എനിക്ക് എവിടെയും പോലെ അവൻ്റെ വിശപ്പ് തീർക്കുന്ന മണൽ വാരി തിന്നിട്ടാണ്. ആ ഒരു സീനോടുകൂടി ഞാൻ അതുവരെ പിടിച്ചിരുന്നു. പക്ഷെ ആ ഒരു സീൻ വന്നോടുകൂടി ആകെ ഇതായിപ്പോയി. എന്നിട്ട് ആ മണലും കഴിച്ചിട്ടോടെ അവൻ ചോര ഛർദ്ദിച്ച് അവൻ ഹക്കീം ചാവുന്നൊരു സീനുണ്ട്. ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് പൃഥ്വിരാജ് നടന്ന് കാലിൽ ഫുൾ പൊള്ളിയിട്ടും ഇതൊക്കെ പൊക്കളമാരെയൊക്കെ വന്ന് പൃഥ്വിരാജിൻ്റെ കാലാലുള്ള ഷർട്ട് ഊരി കൊടുത്ത് കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു മരുഭൂമിയിലൂടെ കടന്ന് എങ്ങനെയൊക്കെയോ ഒരു സ്ഥലത്തു നിന്ന് ഒരു കുപ്പി കിട്ടും. ആ കുപ്പി കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷൻ്റെ അടുത്തവിടെ റോഡുണ്ട്. വീണ്ടും കടന്ന് ഒരു ഓയസിലെത്തും. ചെറിയൊരു സ്ഥലം വെള്ളക്കെട്ട്, അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ കൂടെ രക്ഷിക്കാൻ വന്ന വ്യക്തി അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ പൃഥ്വി വീണ്ടും ഒറ്റപ്പെടുന്നു. അങ്ങനെ വീണ്ടും അലഞ്ഞ് തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ റോഡിലെത്തും. മെയിൻ റോഡിൽ എത്തിയതിന് ശേഷം പൃഥ്വിയുടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, കുറേ വണ്ടികളിൽ കൈ കാണിക്കുന്ന ആരും നിർത്തുന്നില്ല. അവസാനം അറബി കാറിലോ കൈ നിർത്തുന്നു, അവിടെയായിരുന്നു നിർത്തുന്നത്. അവസാനം ഈ അറബി തിരിച്ചുവരും. അപ്പോൾ അവിടെ 2 രീതിയിലുള്ള അറബികളെ കാണിക്കുന്നുണ്ട്. ഒന്ന് വളരെ ക്രൂരമായ അറബിയും, മറുവശത്ത് നല്ലൊരു മനുഷ്യൻ. അയാൾ ഇവനെ ടൗണിൽ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ടൗണിൽ എത്തിച്ച് ഇവനെ ഒരു ഹോട്ടലിന് മുമ്പിൽ ആണ് ഇവൻ എത്തിപ്പെടുക. അവിടുത്തെ ഹോട്ടലിൻ്റെ ഉടമ ഇവനെ പിടിച്ച് ഇവനെ വൃത്തിയാക്കി കുളിപ്പിച്ചും ഭക്ഷണമൊക്കെ നൽകി അവനെ നല്ലോണം ശുശ്രൂഷിച്ചു. പക്ഷേ ഇവൻ്റെ പാസ്പോർട്ടൊക്കെ ഇവർ ആദ്യം പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവനെ വീണ്ടും ജയിലിടും. അപ്പോൾ ജയിലിട്ട് കഴിഞ്ഞാൽ ഇവരെ സ്പോൺസർ ചെയ്ത ആൾ വന്നിട്ട് ഇവർ തിരിച്ചു കൊണ്ടുവരാണ് പതിവ്. അപ്പോൾ പൃഥ്വി ആകെ വിറച്ച് കുത്തിയ കാരണം ഇയാളെ വന്ന് തിരിച്ച് വീണ്ടും പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന ഒരു സീനും കൂടി അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇവൻ അറബീനടിയിൽ വെക്കിയ ആ അറബി വന്നിട്ട്, പക്ഷേ അറബി അവനെ തൊടുന്നില്ല. അറബി ഇവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ സ്പോൺസർ ഞാനായിരുന്നെങ്കിൽ നിന്നെ വലിച്ചടിച്ച് കൊണ്ടുപോയി. അതിൻ്റെ അർത്ഥം തുടക്കത്തിൽ ഇവർ 2 ആളും പോയത് ഇവരുടെ സ്പോൺസറിൻ്റെ കൂടെ അല്ല, ഇവർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടാണ് ഇയാൾ സ്ഥലത്തെത്തിപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവൻ ജയിൽ കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞ് വിട്ടുപോകുന്നവരോട് അടിക്കാൻ ഡയലോഗുണ്ട്. എൻ്റെ വീട്ടിൽ ഉമ്മയ്ക്കും വേണ്ടിയും ഞാൻ വളരെയധികം പണവും ഇതായിട്ട് തിരിച്ചു പോകുന്നത് എൻ്റെ കുറച്ച് ജീവിതം ബാക്കി വെച്ചുകൊണ്ട് എൻ്റെ ജീവനം കൊണ്ട് മാത്രമാണെന്ന്. അവസാനം ഇതിൽ കാണിക്കുന്ന ഒരു ക്യാപ്ഷനും കൂടിയുണ്ട്, മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാത്തടത്തോളം കാലം അത് നമുക്ക് വെറും കെട്ടുകഥ. അത് വളരെ കറക്റ്റാണ്. അപ്പം എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. വളരെ ഇമോഷണലായ ഒരു പടമാണ്. തീർച്ചയായും കാണാത്തൊരു എന്തായാലും തിയേറ്ററിൽ തന്നെ കാണുക. ഏതായാലും ബ്ലെസ്സിക്കും പൃഥ്വിരാജിനും ഹക്കീമിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്ത ആ ചെക്കനും ഹ്യൂജ് സല്യൂട്ട്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.